പ്രശസ്ത പിന്നണി ഗായിക ആശാ ഭോസ്ലെ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിലായിരുന്നു അന്ത്യം. നാളെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്ന് മകൻ ആനന്ദ് അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി വിനോദ് MK എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. വിനോദ്, ഇന്ത്യൻ സംഗീത ലോകത്തിന് തന്നെ തീരാ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ നിമിഷം നാം ഓർത്തെടുക്കേണ്ടത്? തീർച്ചയായും ആശാ ഭോസ്ലെയുടെ വിയോഗം നമ്മളുടെ ചലച്ചിത്ര ലോകത്ത്, പ്രത്യേകിച്ചും ബോളിവുഡ് ചലച്ചിത്ര ലോകത്ത് ഉണ്ടാക്കി വച്ചിരിക്കുന്ന നഷ്ടം പറഞ്ഞാലും തീരാത്തതാണ്. കാരണം അത്രയധികം ഗാനങ്ങളാണ് അവർ 8 തലമുറയ്ക്ക്, അതായത് ഇത്രയും വർഷക്കാലം അവർ സമ്മാനിച്ചത് എന്ന് പറയേണ്ടി വരും. 8 പതിറ്റാണ്ട് കാലമാണ് അവർ പാടിവെച്ച ഗാനങ്ങൾ. 20ഓളം ഭാഷകളിലായി 12,000-ഓളം ഗാനങ്ങളാണ് ആശാ ഭോസ്ലെ നമുക്ക് സമ്മാനിച്ചത്. നമുക്കറിയാം, ഗിന്നസ് ബുക്കിൽ ആശാ ഭോസ്ലെ ഉയർത്തിയ ആ റെക്കോർഡ് ഇനി ഒരു ഗായികയ്ക്കോ ഒരു ഗായകനോ തകർക്കാനാവില്ല. കാരണം ഏറ്റവും അധികം റെക്കോർഡ് ചെയ്ത ഗാനങ്ങൾ എന്നുള്ള ആ റെക്കോർഡ് ആശാ ഭോസ്ലേക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ലതാ മങ്കേഷ്കറുടെ സഹോദരി എന്നുള്ള നിലയിൽ മാത്രമല്ല, തൻ്റേതായ ലോകം, ഭാവനാലോകം, വർണ്ണലോകത്ത് അല്ലെങ്കിൽ ഭാവനാലോകത്ത് പാടിവെച്ച ഗാനങ്ങൾ അന്നത്തെ യുഗ്മഗാനങ്ങളായി എത്രയോ തലമുറ പാടി നടന്നു, ഇപ്പോഴും പാടുന്നു എന്നുള്ളതാണ്. അവർ പാടിവെച്ച പാട്ടുകളിലൂടെ അവർ എല്ലാ കാലത്തും ജീവിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, 20ഓളം ഭാഷകളിൽ ആശാ ഭോസ്ലെ പാടി എന്ന് പറയുമ്പോൾ മലയാളത്തിനും ഒരു ഗാനം നമുക്ക് ഓർക്കാനായി ആശാ ഭോസ്ലെ പാടി വച്ചിട്ടുണ്ട്. ആ ഗാനങ്ങളും മലയാളികൾ മറക്കുന്നില്ല. അത്തരം ഗാനങ്ങൾ നമ്മൾ എല്ലാ കാലത്തും ഓർമ്മിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹിന്ദി ഗാനങ്ങളിൽ മാംഗെ സാത്ത് തുംഹാര, സാത്തി ഹാത്ത് വദാന തുടങ്ങിയ ഹിറ്റുകളിലൂടെയാണ് ആശയുടെ ശബ്ദം ഹിന്ദി ലോകം പ്രണയിച്ച് തുടങ്ങിയത്. അത്തരത്തിൽ 90ലും 2000ലും ഒക്കെ AR റഹ്മാൻ കൂട്ടുകെട്ടിൽ ഒരുപിടി ഹിറ്റ് ഗാനങ്ങളും ആശാ ഭോസ്ലെ പാടിവെക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു കാലത്തും മറക്കാൻ കഴിയാത്ത ആ ഗായികയെ രാജ്യം വിവിധ ബഹുമതികൾ നൽകി ആദരിച്ചു. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്, പത്മവിഭൂഷൺ തുടങ്ങിയ പുരസ്കാരങ്ങളൊക്കെ ഈ ഗായികയെ തേടിയെത്തി. 92-ാം വയസ്സിലാണ് ചികിത്സയിലിരിക്കെ ആശാ ഭോസ്ലെ അന്തരിക്കുന്നത്. 2 സഹോദരിമാരാണ് നമ്മുടെ ചലച്ചിത്ര ലോകത്ത്, ഭാരതത്തിൻ്റെ സംഗീത ലോകത്ത് ഒരിക്കലും മറക്കാനാവാത്ത സഹോദരിമാരായി അവർ എന്നും ജീവിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ ഒരാൾ ലതാ മങ്കേഷ്കർ ആണെങ്കിൽ മറ്റൊരു ഗായിക അത് ആശാ ഭോസ്ലെയാണ്. ഇവർ 2 പേരും, ഇവരുടെ നഷ്ടം ചലച്ചിത്ര സംഗീത ലോകത്ത് പറഞ്ഞാലും തീരാത്ത മഹാനഷ്ടം തന്നെയാണ്. എന്തായാലും ആശാ ഭോസ്ലെ ഇന്ത്യൻ സംഗീതത്തിൻ്റെ അതുല്യ നാദമാണ്. ആ നാദമാണ് നിലച്ചിരിക്കുന്നത്.